ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. തിരുവചനവുമായി ഒരു പ്രാവശ്യം കൂടി നിങ്ങളെ അഭിസംബോധന ചെയ്യുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്ന സാവകാശത്തിനായി, നല്ല സമയത്തിനായി നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഓരോ പ്രാവശ്യവും ദൈവം നമ്മെ വഴി നടത്തുന്ന വിധങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു. ദൈവത്തിൻ്റെ അത്ഭുതമാർന്ന കരം നാം എല്ലാവരോടും കൂടി എപ്പോഴും എന്നേക്കും ഇരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും, ഈ മീഡിയയിലൂടെ ഈ ദൈവശബ്ദം കേൾക്കുന്ന ഏവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവം നമ്മെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. 73-ാം സങ്കീർത്തനം അതിൻ്റെ 1-ാമത്തെ വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു: ദൈവം ഇസ്രായേലിന് നിർമ്മല ഹൃദയമുള്ളവർക്ക് തന്നെ നല്ലവനാകുന്നു നിശ്ചയം. ദൈവം ഇസ്രായേലിന് നിർമ്മല ഹൃദയമുള്ളവർക്ക് തന്നെ നല്ലവനാകുന്നു നിശ്ചയം. ആസാഫിൻ്റെ ഒരു സങ്കീർത്തനമായിട്ടാണ് ഈ സങ്കീർത്തനം അറിയപ്പെടുന്നത്. തൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും, തൻ്റെ വിശ്വാസ ജീവിതത്തിൽ വന്ന താഴ്ചകളിൽ നിന്നും വീഴ്ചകളിൽ നിന്നും ദൈവം കരം പിടിച്ചുയർത്തിയ ആ ദൈവത്തിൻ്റെ മഹത്തരമായ ആ ദൈവകൃപയെ വർണ്ണിക്കുന്ന അനുഗ്രഹീതമായ ഒരു സങ്കീർത്തനമാണ് 73-ാമത്തെ സങ്കീർത്തനം. സങ്കീർത്തനത്തിൻ്റെ പശ്ചാത്തലം ഈ വാക്കുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ആ വാക്യത്തിലേക്ക്, ദൈവം ഇസ്രായേലിന് നിർമ്മല ഹൃദയമുള്ളവർക്ക് തന്നെ നല്ലവനാകും. ദൈവം നിർമ്മല ഹൃദയമുള്ളവർക്ക് നല്ലവനാകും. എൻ്റെ പ്രിയരെ, എന്താണ് നിർമ്മല ഹൃദയം? വിശുദ്ധ വേദപുസ്തകം ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള പുസ്തകങ്ങൾ പരിശോധിക്കുമ്പോൾ പല വിധത്തിൽ ഹൃദയത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ആമേൻ. ഞാൻ നിങ്ങൾക്കൊരു നിർമ്മല ഹൃദയം തരും, ഞാൻ ഹൃദയത്തിൽ നിർമ്മല ജലം തളിക്കും, നിങ്ങൾ നിർമ്മലരായിത്തീരും. തിരുവചനത്തിലെ ഏറ്റവും ശക്തമേറിയ ഒരു വാക്യമാണ്. ഞാൻ നിങ്ങൾക്ക് നിർമ്മല ഹൃദയം എന്ന് പറഞ്ഞാൽ മാലിന്യമില്ലാത്ത, കപടമില്ലാത്ത, ഒളിവുകളില്ലാത്ത, മറവുകളില്ലാത്ത ഒരു നല്ല ഹൃദയം ഞാൻ നിങ്ങൾക്ക് തരും. നിർമ്മല ഹൃദയമുള്ളവർക്ക് യഹോവ നല്ലവൻ എന്ന് വചനം പറയും. അപ്പോൾ മനുഷ്യന്റെ ഏറ്റവും കപടമുള്ള ഒരു വസ്തു എന്താണെന്ന് ചോദിച്ചാൽ, ഒരു അവയവം എന്താണെന്ന് ചോദിച്ചാൽ ഹൃദയമാണ്. ഹൃദയത്തെ നമുക്ക് ആർക്കും കാണുവാൻ കഴിയില്ലല്ലോ. എന്നാൽ ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മുടെ ഹൃദയങ്ങൾ തുറന്ന പുസ്തകം പോലെയെന്ന് വചനം പറയുന്നു. ആമേൻ. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, ദാവീദിനെ ദൈവം മാനിച്ചത് അവനൊരു നിർമ്മല ഹൃദയം ഉണ്ടായിരുന്നത് കൊണ്ടാണ്. ആമേൻ. കഠിനമായ പാപത്തിൽ ചെളിക്കുഴിയിൽ വീണവൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ തൻ്റെ കുറവുകളെ ഏറ്റുപറഞ്ഞ് കരയുമ്പോൾ ദൈവം അവനെ അനുഗ്രഹിക്കുകയും പിന്നീട് ദൈവത്തിൻ്റെ മനസ്സാക്ഷിയിൽ മനസ്സറിയുന്നവനായി അപ്പോസ്തല പ്രവൃത്തിയിൽ രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. ദാവീദിൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത അതേ അത്ഭുതങ്ങൾ ഇന്നും ദൈവത്തിന് ചെയ്യാൻ പറ്റും. നിഷ്കളങ്ക ഹൃദയത്തോടെ, നിർമ്മല ഹൃദയത്തോടെ, ശുദ്ധിയുള്ള ഹൃദയത്തോടെ ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഏതൊരാളിനും ദൈവം നല്ലവനാണ്. കപടമുള്ള ഹൃദയത്തെ ദൈവം ആമേൻ നിരസിക്കുന്നു. കാപട്യമുള്ള ഹൃദയത്തിൽ നിന്ന് വരുന്ന വാക്കുകളെ ദൈവം ചെവി കേൾക്കുന്നില്ല. വിശ്വാസികളുടെ ഇടയിലും കാപട്യമുള്ള ഹൃദയമുണ്ട്. ഒരു വശത്ത് നമ്മൾ നല്ലവരാണെന്ന് തോന്നിപ്പിക്കുകയും മറുവശത്ത് ചെന്ന് നമ്മൾ അവരവരുടെ കുറ്റങ്ങൾ വിളിച്ചു പറയുകയും ചെയ്യുന്ന അനുഭവങ്ങൾ അനേകം വിശ്വാസികൾക്കുണ്ട്. നമ്മൾ എന്താ പറയുന്നതെന്നോ എന്താ ചിന്തിക്കുന്നതെന്നോ പോലും അറിയാതെ വണ്ണം നമ്മുടെ ഹൃദയത്തെ അശുദ്ധിയിലേക്ക് ഏൽപ്പിച്ചു വിടാറുണ്ട്. ആമേൻ. കർത്താവിൻ്റെ ഗിരിപ്രഭാഷണത്തിൽ കർത്താവ് പറഞ്ഞൊരു വാക്യമുണ്ട്: ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ. അത് ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ. അവർ, ആമേൻ, സ്തോത്രം, 5-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നു, അവർ ദൈവത്തെ കാണും. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. അപ്പൊ വേദപുസ്തകത്തിൽ യോബ് പറയുന്നൊരു വാക്കുണ്ട്: ദൈവമേ, നിന്റെ ഒത്ത ത്രാസിൽ എൻ്റെ ഹൃദയത്തെ സൂക്ഷിച്ചു നോക്കണമേ,
ദാവീദ് പറയുന്നു, എൻ്റെ ഹൃദയത്തെ ഒന്ന് പരിശോധിക്കണം, എൻ്റെ അന്തരംഗത്തെ ശോധന ചെയ്യണമേ. ഇന്ന് ദൈവശബ്ദം കേൾക്കുന്ന ദൈവമക്കളെ, നമ്മുടെ ഹൃദയം ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു തുറന്ന പുസ്തകമായിരിക്കട്ടെ. കപടമില്ലാത്ത, മാലിന്യമില്ലാത്ത, കുറ്റം പറയാത്ത, അശുദ്ധിയില്ലാത്ത ഒരു നല്ല ഹൃദയത്തിൻ്റെ ഉടമസ്ഥരായി തീർന്നാൽ ദൈവത്തിന് നമ്മെ അനുഗ്രഹിക്കാൻ സാധിക്കും. പ്രൈസ് ഗോഡ്. പലപ്പോഴും വിശ്വാസ ജീവിതത്തിൽ നമുക്കിത് തുറന്നു വരാൻ സാധ്യമല്ല. നമ്മുടെ ഹൃദയത്തിൽ കാപട്യമുണ്ട്, നമ്മുടെ ഹൃദയത്തിൽ കപടമുണ്ട്, നമ്മുടെ ഹൃദയത്തിൽ കപട ഭക്തിയുണ്ട്, നമ്മുടെ ഹൃദയത്തിൽ ചതിയുണ്ട്, വഞ്ചനയുണ്ട്. ഇതെല്ലാം ഒരു വശത്ത് ഒതുക്കി വെച്ചിട്ടാണ് നാം ദൈവത്തെ സ്തുതിക്കുന്നതും മഹത്വപ്പെടുത്തുന്നതും. എന്നാൽ ഒരു കാര്യം ഓർക്കുക, നമ്മൾ സ്തുതിച്ചാലും നമ്മൾ മഹത്വപ്പെടുത്തിയാലും പാടിയാലും പ്രസംഗിച്ചാലും ഹൃദയത്തെ നോക്കുന്ന ദൈവം നമ്മുടെ ജീവിതത്തെ പരിശോധിക്കുന്ന വിവരം നാം മറന്നു പോകരുത്. നമ്മുടെ ജീവിതത്തെ പരിശോധിച്ചിട്ട് നല്ലതാണെന്ന് കണ്ടെങ്കിൽ മാത്രമേ ദൈവാനുഗ്രഹം നമുക്കും നമ്മുടെ ചുറ്റുപാടുമുള്ള സാഹചര്യങ്ങളുടെ മേലും വെളിപ്പെടുകയുള്ളൂ. അതുകൊണ്ട് കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ നോക്കി പറയട്ടെ, ഹൃദയത്തിനകത്ത് എന്തെങ്കിലും കയ്പുണ്ടെങ്കിൽ ക്ഷമിക്കാൻ കഴിയണം. ഹൃദയത്തിൽ എന്തെങ്കിലും വേദനയുണ്ടെങ്കിൽ മറക്കാൻ കഴിയണം. നമ്മുടെ ഹൃദയം മുറിഞ്ഞിരിക്കുന്ന അനുഭവങ്ങളുണ്ടെങ്കിൽ, സങ്കീർത്തനക്കാരൻ പറയുന്നില്ലേ, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്ന ദൈവം. അതെ, ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മുടെ സങ്കടങ്ങളെയും നിലവിളികളെയും നമ്മുടെ വിലാപങ്ങളെയും ഏറ്റുപറയുക. ഹൃദയശുദ്ധിയോടെ കർത്താവിൻ്റെ സന്നിധിയിൽ ക്ഷമിക്കുന്ന, മറക്കുന്ന, പൊറുക്കുന്ന ഒരു വ്യക്തിയായി മാറാമെങ്കിൽ ഇന്ന് ഈ വചനം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് രോഗസൗഖ്യം സംഭവിക്കും. നിങ്ങളുടെ ശരീരത്തിൽ നിന്നൊരു വല്ലാത്ത പരുവക്കേട് ഒഴിഞ്ഞു മാറി ദൈവം നിങ്ങളെ സമാധാനത്തിൽ നിർത്തും. കാരണം നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ആരോടും കയ്പില്ല. കയ്പ് വെച്ചുകൊണ്ട് നമുക്ക് ആരെയും സ്നേഹിക്കാൻ കഴിയില്ല പ്രിയരെ, ആരെയും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. മറ്റുള്ളൊരു വ്യക്തിയോട് കയ്പും മറ്റുള്ളൊരു വ്യക്തിയോട് വൈരാഗ്യവും ഒക്കെ വെച്ച് നമുക്കൊരിക്കലും ദൈവസന്നിധിയിൽ നിൽക്കാൻ കഴിയില്ല എന്ന് വിശുദ്ധ വേദപുസ്തകം പറയുന്നു. അത് ദൈവത്തോട് ശത്രുത്വമാണ്. ആ ദൈവത്തോടുള്ള ശത്രുത്വം വെച്ചുകൊണ്ട് നമുക്കൊരിക്കലും ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിയില്ല. പിന്നീട് കാണിക്കുന്നതെല്ലാം വെറും അഭിനയങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് ഞാൻ ദൈവനാമത്തിൽ നിങ്ങളെ നോക്കി സ്നേഹത്തോടെ പറയട്ടെ, കർത്താവിനോട് പറ, എനിക്കൊരു നിർമ്മല ഹൃദയം തരണമേ, ഒരു നിർമ്മല ജലം കൊണ്ട് എന്നെ ശുദ്ധീകരിക്കണമേ, എൻ്റെ ഹൃദയത്തിൻ്റെ അശുദ്ധി മാറണമേ എന്ന് എത്ര പേര് ദൈവത്തോട് പറയും? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്കതിനുള്ള കൃപയും ശക്തിയും ബലവും തരിക തന്നെ ചെയ്യും. നാം പ്രാർത്ഥിച്ചാൽ അത് നമുക്ക് വിടുതലായി ഭവിക്കും എന്ന കാര്യം മറന്നു പോകരുത്. ഒരുപക്ഷെ നമ്മുടെ ഹൃദയങ്ങളെ പരിശോധിക്കുന്ന ദൈവത്തിന് നമ്മുടെ സാഹചര്യങ്ങൾ അറിയാൻ പറ്റും. ഒരുപക്ഷെ നമ്മൾ അറിയാതെ പറഞ്ഞതാവാം, അറിയാതെ ചിന്തിച്ചതാവാം, അറിയാതെ നമ്മൾ വിശ്വസിച്ചതാവാം. എന്നാൽ ദൈവത്തോട് ഇന്ന് പറയുമോ, ഏത് കുറവും ദൈവസന്നിധി പറഞ്ഞാൽ അവൻ നമുക്ക് വേണ്ടി സകല പാപവും മാറ്റി നമ്മളെ ശുദ്ധീകരിപ്പാൻ വിശ്വസ്തനായ നീതിമാൻ ആണ്. അതുകൊണ്ട് പ്രിയരെ, നിങ്ങൾ തകർന്നു പോകരുത്, ക്ഷീണിച്ചു പോകരുത്. ഒരു നിർമ്മല ഹൃദയം എനിക്ക് വേണമെന്ന് ദൈവത്തോട് പറയാൻ എത്ര പേർക്ക് കഴിയും? ആ ദൈവത്തിൻ്റെ വചനത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളിലാണ് വസിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ശരീരത്തിലല്ല, നമ്മുടെ ഈ പുറമേ കാണുന്ന ഒന്നിനുമല്ല, മറിച്ച് നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കുന്ന ദൈവം. ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുമ്പോൾ, ഏത് സമയത്താണെങ്കിലും ഈ ശബ്ദം നിങ്ങൾ കേൾക്കുമ്പോൾ, നിങ്ങളുടെ ഹൃദയത്തെ ദൈവം ആമേൻ സ്തോത്രം സൗഖ്യമാക്കട്ടെ. നിങ്ങളുടെ മുറിവുകളെ അവൻ ഉണക്കട്ടെ, നിങ്ങളുടെ സങ്കടങ്ങളെ അവൻ സൗഖ്യമാകട്ടെ, നിങ്ങളുടെ ഭാരങ്ങളെ പ്രയാസങ്ങളെ ദൈവം ചുമന്നു മാറ്റട്ടെ. എൻ്റെ പ്രിയരെ, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥനാണ്, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് പറയണം, എൻ്റെ കർത്താവേ, എനിക്കൊരു നിർമ്മല ഹൃദയം തരണമേ, ഒരു നിർമ്മല ഹൃദയത്തിൻ്റെ ഉടമസ്ഥനായി, മായമില്ലാത്ത കാപട്യമില്ലാത്തൊരു ഹൃദയത്തിൻ്റെ ഉടമസ്ഥനാക്കി എന്നെ മാറ്റണമേ എന്ന് എത്ര ദൈവമൊക്കെ പ്രാർത്ഥിക്കും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് അത് ദാനമായി തരും. ദൈവം നിങ്ങളെ അതിശയകരമായി അത്ഭുതകരമായി അനുഗ്രഹിക്കുകയും ചെയ്യും. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, ഈ ദൈവശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ഏതൊരു വ്യക്തിയാണെങ്കിലും ക്ഷമിക്കാൻ കഴിയാതെ, മറക്കാൻ കഴിയാതെ, പൊറുക്കാൻ കഴിയാതെ, ഹൃദയത്തിനകത്ത് കയ്പും
കഠിനവും വെച്ചുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും, അതൊരു വിടുതലിന് വേണ്ടി ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധമാവരെ സൗഖ്യമാക്കണമേ. നിർമ്മലമായൊരു ഹൃദയം നിന്റെ മക്കൾക്ക് നൽകണമേ. പരിശുദ്ധാത്മാവിന് ദാനം നൽകണമേ. കർത്താവേ, ഞങ്ങൾ നിർമ്മല ഹൃദയമുള്ളവർക്ക് യഹോവ നല്ലവനാകുന്നു. നിശ്ചയമായിട്ടും അവൻ നല്ലവനാകുന്നു. ഈ വചനങ്ങളെ കൊണ്ട് നിന്റെ മക്കളെ അനുഗ്രഹിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ വചനങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും കൂടി ഷെയർ ചെയ്യുക. സർവശക്തന്റെ കരവും കാവലും കൂടിയിരിക്കുമാറാകട്ടെ. ആമേൻ. ഗോഡ് ബ്ലസ് യു.